ഹലോ, സുനോജ് കുര്യനാണ്. ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഉള്ളത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിലൂടെ ഒരു വാഹനത്തിന്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹന റിവ്യൂവിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ബ്രാൻഡ് ന്യൂ വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ ചെയ്യാൻ പോകുന്ന വാഹനം ഒരു ഇലക്ട്രിക് വാഹനമാണ്. നമ്മുടെ ഷെവർലെയുടെ ഏറ്റവും പുതിയ വാഹനമായ സ്പാർക്ക് EUV. ഇലക്ട്രിക് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് EUV മീൻ ചെയ്യുന്നത്. അലൈനിലെ ഷെവർലെയുടെ ഷോറൂമായ ബിൻ ഹമൂദ ഓട്ടോയാണ് നമുക്ക് 2026 മോഡൽ ഷെവർലെ സ്പാർക്ക് EUV ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂവിനുമായിട്ട് വിട്ടു തന്നിരിക്കുന്നത്. അപ്പോൾ ഷെവർലെ സ്പാർക്ക് EUVയുടെ ടെസ്റ്റ് ഡ്രൈവ് ആൻഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അലൈനിലെ ഷെവർലെയുടെ ഡീലറായ ബിൻ ഹമൂദ ഓട്ടോയാണ് നമുക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിനായി തന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ അലൈനിലെ ഷെവർലെ ഷോറൂമിന്റെ മാനേജറായ മിസ്റ്റർ മുഹമ്മദിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷെവർലെ സ്പാർക്ക് EUVയോ അതുപോലെ ഷെവർലെയുടെ ഏതൊരു വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിലും മിസ്റ്റർ മുഹമ്മദുമായി കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അദ്ദേഹം വേണ്ട ഗൈഡൻസുകളെല്ലാം ചെയ്തു തരും. പിന്നെ രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ UAEയിലെ ലൈസൻസ്ഡ് ഇൻഫ്ലുവൻസറായി. ഇനിയിപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കൾക്കോ ഒക്കെ നിങ്ങളുടെ ബിസിനസ്സുകൾ പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബിസിനസ് പ്രൊമോഷൻസ് ഒക്കെ എൻ്റെ ഈ ചാനലിലൂടെ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കാണുന്നവർ എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഷെവർലെ സ്പാർക്ക് EUVയുടെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഷെവർലെയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമായ സ്പാർക്ക് EUV. ഷെവർലെ സ്പാർക്ക് എന്ന പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇലക്ട്രിക് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് ഈ EUVയുടെ ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്നത്. കാണാൻ നല്ല ക്യൂട്ടാണ് വണ്ടി. ഒരു ബോക്സി ഷേപ്പിലാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ഹെഡ് ലാമ്പിലേക്ക് നോക്കിക്കഴിയുമ്പോൾ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. നമുക്ക് കാണാം ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ 4 DRL വന്ന് ആ ഒരു DRLന്റെ നടുക്കായിട്ടാണ് ഇതിന്റെ മെയിൻ ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഫ്രണ്ടിൽ സെൻട്രലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഷെവർലെയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളെല്ലാ വാഹനങ്ങളിലും ഇവിടെ ഒരു ഗ്രില്ലാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു ബ്ലാക്ക് എലമെന്റിൽ സെൻട്രലായിട്ടാണ് ഷെവർലെയുടെ എംബ്ലം കൊടുത്തിരിക്കുന്നത്. ഷെവർലെയുടെ എംബ്ലത്തിന് താഴെയായിട്ട് ഇവിടെ 360 ഡിഗ്രി ഫ്രണ്ട് ക്യാമറയുണ്ട്. നല്ല തിത്തിരി പക്ഷികൾ കടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മൈക്ക് എങ്ങനെയാവും എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ബമ്പറുകളാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ബമ്പറുകളുടെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ കാണാം. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേനും ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു വിശേഷണങ്ങൾ. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാഹനമാണിത്. അപ്പോൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് എലമെന്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ ചാർജിങ് പോർട്ടുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് ഇവിടെ 2 ചാർജിങ് പോർട്ടുകളുണ്ട്. DC ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ AC ചാർജിങ് പോർട്ടും. അപ്പോൾ നമ്മൾ സ്പാർക്ക് EUVയുടെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ശരിക്കും നമുക്ക് ഈ ഒരു ബാക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബോക്സി ലുക്കായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ബാക്കിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ജിംനിയുടെ ഒരു ബാക്ക് ഷേപ്പിനോടൊക്കെ ഒരു സാമ്യം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിയ സോളിന്റെ പുറകുവശത്തിനോടൊക്കെ സാമ്യം തോന്നുന്ന ഒരു ബോക്സി ആയിട്ടുള്ള ബാക്ക് സൈഡാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. ബാക്ക് വശത്ത് ടോപ്പിൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്പോയിലർ ഉണ്ട്. സ്പോയിലറിന്റെ നേരെ താഴെയായിട്ട് നമുക്ക് റിയർ വൈപ്പറുകൾ കാണാം. വൈപ്പറിന്റെ താഴെയായിട്ട് ഷെവർലെയുടെ എംബ്ലം നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ നമുക്ക് സ്പാർക്ക് EUV എന്നുള്ള ഒരു എംബ്ലം കാണാം. അതിന്റെ ഇങ്ങേയറ്റത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആക്റ്റീവ് എന്നുള്ള ഒരു എംബ്ലവും നമുക്ക് കാണാം. ടെയിൽ ലാമ്പുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വെർട്ടിക്കലായിട്ട് വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. പിന്നെ നേരെ താഴെ ബമ്പറുകൾ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബമ്പറുകളിൽ ഈ ഒരു ബമ്പറുകളിൽ നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും ഇവിടെ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. ഇത് ഇങ്ങനെ സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഏകദേശം 428 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള നല്ല ഒരു വലിയ കാർഗോ സ്പേസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ ചാർജറൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് സീറ്റ് അകത്തോട്ട് മടക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1328 ലിറ്ററോളം കാർഗോ സ്പേസ് കിട്ടും. പിന്നെ തന്നെ ഈ ഒരു വശങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ സ്പാർക്ക് EUVയുടെ സൈഡ് വ്യൂയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും മേളിലായിട്ട് ഒരു റൂഫ് റെയിൽ കാണാം. ഈ റൂഫ് റെയിലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കാണാനുള്ള ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു റൂഫ് റെയിലാണ്.
ഇതിനകത്ത് നമുക്ക് കാർഗോയോ ലോഡൊന്നും കയറ്റാനുള്ള ഒരു വെയിറ്റ് ഒന്നും താങ്ങത്തില്ല. അതിവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് വന്നു കഴിയുമ്പം എടുത്തു പറയേണ്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഭാഗമാണ്. ബോഡി കളറായിട്ട് തന്നെ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് അല്ല. നമുക്ക് വീലുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 16 ഇഞ്ചിന്റെ മൾട്ടി സ്പോക്ക് കാർബൺ ഫിനിഷ് വരുന്ന ഒരു അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലാണ് ഈ വാഹനത്തിനുള്ളത്. അതുപോലെ തന്നെ കീലെസ് എൻട്രിയാണ് ഈ ഒരു വാഹനം. സൈഡ് മിററിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ടോണിലുള്ള ഒരു സൈഡ് മിററാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ സൈഡ് മിററിന്റെ താഴെ തന്നെ ഒരു ക്യാമറയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡുകളിൽ ഇൻഡിക്കേറ്റർ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് മിററിന്റെ താഴെയായിട്ട് നമുക്ക് സ്പാർക്ക് EUV എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാണാം. അങ്ങനെ നമ്മൾ സ്പാർക്ക് EUVയുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഉള്ളിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ലൈറ്റിന്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളിലെ കാഴ്ച ചെറുതായിട്ട് ഇരുണ്ടൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഈ ഒരു സ്പാർക്ക് EUV ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ആൻഡ് റിവ്യൂവിന് തന്നിരിക്കുന്നത് അലൈനിലെ ഷെവർലയുടെ ഷോറൂമായ ബിൻ ഹമൂദ ഓട്ടോയാണ്. അപ്പോൾ ബിൻ ഹമൂദ ഓട്ടോയുടെ മാനേജർ മിസ്റ്റർ മുഹമ്മദിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെവർലയുടെ ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അദ്ദേഹം വേണ്ട ഗൈഡൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. ഇന്റീരിയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ വാഹനങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു വാഹനത്തിന് ഒരു പുഷ് ബട്ടണോ അല്ലെങ്കിൽ കീ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ നേരെ റിമോട്ടുമായിട്ട് ഈ ഒരു വാഹനത്തിനുള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നതിന് ശേഷം ബെൽറ്റ് ഇടുക. ഇങ്ങനെ ബെൽറ്റ് ഇട്ട് നേരെ ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഗിയർ ലിവർ, ഈ സ്റ്റിയറിംഗിന്റെ സൈഡിലാണ് ഗിയർ ലിവർ കാണുന്നത്. ഇത് നേരെ ഡ്രൈവിലോട്ടോ റിവേഴ്സിലോട്ടോ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി പതിയെ നമ്മുടെ ബ്രേക്ക് ലിവറിൽ നിന്ന് കാല് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പതിയെ മൂവ് ആവാൻ തുടങ്ങും. അത്രേ ഈ ഒരു വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്റ്റിയറിംഗിന്റെ താഴെയായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതേ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഫുള്ളായിട്ട് ഓഫ് ആവുകയും ചെയ്യും. അതാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത്. പിന്നീട് നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റിയറിംഗ് വീലിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ക്രൂസ് കൺട്രോളിന്റെ കൺട്രോളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിന്റെ കൺട്രോളുകളും ടെലിഫോണിന്റെ കൺട്രോളുകളെല്ലാം നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലുമുണ്ട്. ഈ കാണുന്ന ഈ ഒരു ലിവറാണ് ചാർജിങ്ങിന്റെ ഏരിയ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിവർ. ഇപ്പറേ കാണിക്കുന്ന ഈ ഒരു ലിവർ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിവറുമാണ്. പിന്നീട് നമ്മൾ മേളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ലൈറ്റിന്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും കൺട്രോളുകളും ഒക്കെ കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയും നമുക്ക് ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഡോറിന്റെ സൈഡിൽ നമുക്ക് വിൻഡോയുടെ കൺട്രോളും അതുപോലെ തന്നെ മിററിന്റെ കൺട്രോളുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് AC-യുടെ കൺട്രോൾ സ്വിച്ചുകൾ. സിംഗിൾ സോൺ കൺട്രോൾ സ്വിച്ചുകളാണുള്ളത്. ഈ ഒരു സ്വിച്ച് വരുന്നത് നമുക്ക് AC-യുടെ ഫാൻ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളത്. ഇപ്പുറത്തെ സ്വിച്ച് വരുന്നത് കൂളിംഗ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ്. അതിന്റെ മിഡിലായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റും കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ഷെവർലെ സ്പാർക്ക് EUVയുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഒരു 10.1 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AC-യുടെ കൺട്രോളുകൾ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലുണ്ട്. AC-യുടെ തണുപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കൺട്രോളുകളും ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. ഇത് നമുക്ക് ഇതിന്റെ വോളിയം കൺട്രോളാണ്. പിന്നീട് വന്നിട്ട് ഇവിടെ ഒരു ഷെവർലെ കാറിന്റെ പടം കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. അങ്ങനെ അവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു സ്ക്രീനിനകത്ത് ഡോർ ലോക്ക്, ലൈറ്റിന്റെ കൺട്രോളുകൾ, അതുപോലെ തന്നെ ഡ്രൈവിൽ എന്താ കാണിക്കുന്നതെന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു വാഹനത്തിന് 3 ഡ്രൈവ് മോഡുകളാണുള്ളത്: എക്കോ, സ്റ്റാൻഡേർഡ്, സ്പോർട്ട്. അപ്പോൾ അതുപോലെ തന്നെ എനർജി റീജനറേറ്റീവ് ലെവലും നമുക്ക് 3 ടൈപ്പ് ഉണ്ട്: ഹൈ, സ്റ്റാൻഡേർഡ്, ലോ. അതുപോലെ തന്നെ ബ്രേക്കിന്റെ ഫീലുകളും കംഫോർട്ട്, സ്റ്റാൻഡേർഡ്, സ്പോർട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ക്രീനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ താഴെയായിട്ട് സർവീസ് ഹിസ്റ്ററി കാണാൻ പറ്റും. പിന്നെ എനർജിയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഏകദേശം 328 കിലോമീറ്ററും കൂടെ ഓടാനുള്ള റേഞ്ച് ഉണ്ട് ഈ ഒരു വാഹനത്തിനുണ്ട്. 91% ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കിയുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാം. ക്യാമറയുടെ ഓരോ ആംഗിളുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പല സൈഡിൽ നിന്നുള്ള ആംഗിളുകൾ ഉള്ള ക്യാമറ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് ഫോണും USB ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. ടെലിഫോണിൻ്റെ ഫീച്ചർ, ഇത് ക്യാമറയുടെ ഫീച്ചറുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും താഴെയുള്ള ഈ ഒരു പോർഷനിൽ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ എക്കോ മോഡ്, സ്റ്റാൻഡേർഡ് മോഡ്, സ്പോർട്സ് മോഡൊക്കെ ഇടാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ്, ഓൺ, പാർക്ക് അസിസ്റ്റ്, ഫ്രണ്ട് പാർക്ക് അസിസ്റ്റ് ഒക്കെ നമുക്ക് ഇടാൻ സാധിക്കും. പെഡിസ്ട്രിയൻ വാണിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സ്ക്രീനിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷെവർലെ EUVയുടെ 8.1 ഇഞ്ച് വരുന്ന ഡ്രൈവർ ഇൻഫർമേഷൻ ക്ലസ്റ്റർ. ഇതിനകത്ത് നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള സ്പീഡും അതുപോലെ തന്നെ റേഞ്ചും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ ക്ലസ്റ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് നല്ല വിശാലമായ ഒരു ഹാൻഡ് റെസ്റ്റോട് കൂടി ചേർന്ന് തന്നെ 2 കപ്പുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവർ സീറ്റാണ് നമ്മുടെ സ്പാർക്ക് EUVക്ക് ഉള്ളത്. ലൈറ്റും റെയിനും ഒക്കെ സെൻസർ ചെയ്യുന്ന ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. നമുക്ക് ഈ ഒരു റിയർ വ്യൂ മിററിന്റെ പുറകിലായിട്ടും ഒരു USB പോർട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് ഡാഷ് ക്യാം ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു USB പോർട്ടിൽ നിന്ന് കണക്ഷൻ എടുത്താൽ മതി. ഇനി നമുക്ക് സ്പാർക്ക് EUVയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. 42 കിലോവാട്ട് ലിക്വിഡ് കൂളിംഗ് ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന സിംഗിൾ മോട്ടോറുള്ള ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനത്തിന് 75 കിലോവാട്ട് പവറും 180 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ആണുള്ളത്. സിംഗിൾ ചാർജിങ്ങിൽ 360 കിലോമീറ്റർ റേഞ്ചുള്ള ഷെവർലെ സ്പാർക്കിന് DC ഫാസ്റ്റ് ചാർജിങ്ങിൽ 10 മിനിറ്റ് കൊണ്ട് 50 കിലോമീറ്റർ ഓടാനുള്ള പവർ കിട്ടും. സേഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 360 ഡിഗ്രി ക്യാമറ വിത്ത് ഫ്രണ്ട് ആൻഡ് റിയർ സെൻസേഴ്സ്, പെഡിസ്ട്രിയൻ അലേർട്ട്, റിയർ പാർക്കിംഗ് അസിസ്റ്റും ഒക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. 5 കളർ വേരിയന്റുകളിൽ ഷെവർലെ സ്പാർക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാക്ക് യെല്ലോ വിത്ത് സ്റ്റാർട്ടിംഗിൾ ബ്ലാക്ക് റൂഫ് എന്ന കളറാണ്. മിൽക്കി ടീ, സ്റ്റാർട്ടിംഗിൾ ബ്ലാക്ക്, ടൈഗർ ബ്ലൂ വിത്ത് സ്റ്റാർട്ടിംഗിൾ ബ്ലാക്ക് റൂഫ്, ജെന്റിൽ ഗ്രേ വിത്ത് സ്റ്റാർട്ടിംഗിൾ ബ്ലാക്ക് റൂഫ് എന്നിവയാണ് മറ്റ് കളറുകൾ. 4 പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സിറ്റി ഡ്രൈവിനൊക്കെ വളരെ അനുയോജ്യമായ ഈ ഒരു സ്പാർക്ക് EUVയുടെ വില 81,500 ദിർഹംസ് ആണ് രജിസ്ട്രേഷൻ ഉൾപ്പെടെ വരുന്നത്. ഈ ഒരു വാഹനത്തിന് വാറണ്ടി വരുന്നത് 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷമാണ്. അതുപോലെ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് ബാറ്ററിക്ക് വാറണ്ടി വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് ഈ ഒരു വാഹനം നമുക്ക് തരുന്നത്. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനുണ്ട്. ഓവർടേക്കിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ബ്രാൻഡ് ന്യൂ കാർ, അതും ഷോറൂമിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയേക്കുന്ന കാർ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് വേണം ഇനി മുതലുള്ള വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നവർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഷെവർലെയുടെ ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അലൈൻ ബിൻ ഹമൂദ ഓട്ടോയുടെ മാനേജറായ മിസ്റ്റർ മുഹമ്മദിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്താൽ മതി. നല്ല രീതിയിൽ അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.